ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലമായി കുറേ കാലമല്ല, മിനിഞ്ഞാന്നിട്ടത്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഗായ്സ്, കുക്കിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒതൻറ്റിക് മക്രൂണി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് കിട്ടി തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇത്ര മക്രൂണിയാണുള്ളത്, ബാക്കി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്ര മക്രൂണിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. മക്രോണി കഴുകിട്ടാം. മക്രോണി കഴിഞ്ഞ ശേഷം വലിയ ഷെഫൊന്നുമല്ല, അങ്ങനെ കഴുകി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് കേട്ടോ, ഓയിൽ ഓയിൽ. ഇതൊന്ന് നമുക്ക് പിന്നെ നമുക്കിത് വേവിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മസാലക്ക് വേണ്ട ഉള്ളി സെറ്റാക്കി എടുക്കാം. അപ്പൊ ഉള്ളി എടുത്തിട്ട് കാണാം. അപ്പൊ മക്രോണി ഇവിടെ നല്ല തിളച്ചോണ്ടിരിക്കണം. മക്രോണി നല്ല തിളക്കണം. മക്രോണി തിളക്കുന്നിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാരറ്റിനെ കട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മള് ക്യാരറ്റ് കട്ട് ചെയ്തു, ക്യാബേജ് കട്ട് ചെയ്തു, ഉള്ളി കട്ട് ചെയ്തു. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മക്രോണി ഇവിടെ തിളച്ച് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ മക്രോണി റെഡി ആയ ശേഷം നമുക്ക് നമ്മളെ മസാലൻ്റെ കാര്യങ്ങൾ നോക്കാം. മക്രോണി ഒന്ന് സെറ്റ് ആവട്ടെ. മക്രോണി ആയിട്ടില്ല, കുറച്ചും കൂടി ആവാൻ കേട്ടോ. ഇതായെങ്കിൽ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ കാര്യം നമ്മളെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അതിനെന്താ വെച്ചെങ്കിൽ മക്രോണി വെള്ളത്തിൽ നിന്ന് എടുക്കണം. അതിന് നമ്മൾ അരിപ്പ് വെച്ച് അരച്ചെടുക്കാന്ന്. പക്ഷെ ഇതിൻ്റെ വെള്ളം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ വെക്കാം. ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏത് കൊഞ്ചം കേട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഏടെല്ലോ ഉപ്പിൻ്റെയും മുളകിൻ്റെ എല്ലാം വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ലൈക്ക് അടിക്കട്ടെ എല്ലാവരും വീഡിയോക്ക്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഉള്ളി ഇടാം. അപ്പോൾ ഞാൻ ഇത് പാഷനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഉമ്മാക്ക് 3 ആൺമക്കളായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ രണ്ടാമത്തെ മോനായ ഞാനായിരുന്നു ഉമ്മാക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും ഉണ്ടായി കിച്ചണിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് മുതൽ ഇഷ്ടമുള്ള കാര്യമാണ് കിച്ചണിൽ കയറണം, ഫുഡ് ഉണ്ടാക്കണം. അങ്ങനത്തെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണ്. ഉമ്മാക്ക് ഉള്ളി മുറിച്ച് കൊടുക്കലും തേങ്ങ ചിരകി കൊടുക്കലും എല്ലാം ഞാൻ തന്നെയായിരുന്നു. ഉമ്മാട് ചോദിച്ചു നിങ്ങൾക്ക് അറിയും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഫുഡ് ഉണ്ടാക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നതും ഇങ്ങനത്തെ പോലെ വീഡിയോസ് ചെയ്യുന്നതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇത്.
ഓരോരോ കാര്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ ചോദിച്ചു നോക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഒരു വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു മൈൻഡൊക്കെ വരുന്നത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് കഷ്ടപ്പെട്ടൊന്നുമല്ല, കഷ്ടപ്പെടുന്നൊന്നുമില്ല, നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. ഉള്ളിടാൻ പോവാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാന് ഭയങ്കര ഇഷ്ടമായിരുന്നു കിച്ചണിൽ കയറാൻ, ഫുഡ് ഉണ്ടാക്കുക, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവസാനം എന്തായി ഹോട്ടലിലൊക്കെ തന്നെ എത്തിയിട്ട് ഹോട്ടലിൽ ഇഷ്ടമുള്ളത് ഭാഗ്യം. പണ്ട് മുതലേ ആഗ്രഹം ഹോട്ടലിന്റെ കിച്ചണിൽ എന്താ സംഭവം, അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല എല്ലാവർക്കും, നമുക്ക് കഴിക്കാൻ പോവാം, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനുള്ള ഭയങ്കര ആഗ്രഹം. അവസാനം എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു കിച്ചണിനുള്ളിൽ തന്നെ എത്തിയിട്ടോ. അപ്പോൾ മാഷാഅല്ലാഹ് ചാനൽ 500 സബ്സ്ക്രൈബ് ആവാൻ പോവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് 500 സബ്സ്ക്രൈബ് ആക്കാൻ എന്ത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. 500 സബ്സ്ക്രൈബ് ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഉള്ളിയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ക്യാബേജ് ഇട്ടു, ക്യാരറ്റ് അതിലേക്ക് ഇട്ടു. പിന്നെ നിങ്ങളിൽ എന്താണോ സോയാ സോസാണോ ചില്ലി സോസാണോ എന്താണെന്നുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഫസ്റ്റ് ഓൾറെഡി ഇട്ട് ഉള്ളിയിലേക്ക് ഫസ്റ്റ് ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് മിക്സ് ചെയ്തോ. എന്താ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത മക്രൂണിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മക്രൂണി വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കൂല, അവസാനമായിരിക്കും ഞാൻ കാണിക്കല്. നീ കാണിക്കോ, പ്രശ്നമില്ല. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഞാൻ അവസാനം കാണിക്കൂട്ടാ. കുറച്ച് കെച്ചപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ, ടൊമാറ്റോ കെച്ചപ്പ്. എൻ്റെ അവസാനം കാണിച്ചു കേട്ടോ ഉള്ളിൽ എങ്ങനെയായിരുന്നു. ഇത് ഞാൻ ടാട്ടാ പറഞ്ഞു കൊടുക്കുന്നു. കിട്ടില്ല മസാലയായി. നമ്മുടെ മക്രൂണി ഇതിലേക്ക് ഇട്ടുവിടാം. മക്രൂണി ഇട്ട് കൊടുത്താട്ടാ. ഓ ഇതിലേക്ക് തന്നെ തുള്ളാൻ തോന്നുന്നു. അപ്പൊ മാഷാഅല്ലാഹ് 500 സബ്സ്ക്രൈബ് ആവാനായി നമുക്ക്. അതുപോലെ 500 സബ്സ്ക്രൈബ് ആയ ചിക്കൻ ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി ഇട്ടാ കൂട്ടാ. ചിക്കൻ കൊണ്ടാട്ടോ, ചിക്കൻ ദം ബിരിയാണി കിട്ടില്ല ബ്ലോഗ് ആയിരിക്കും. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 500 സബ്സ്ക്രൈബ് ആവാൻ പോവാണ്. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. ഇത്രയും സപ്പോർട്ട് തന്നതിന് എല്ലാവരോടും നന്ദി. 500 ആൾക്കാർ ഒരു സബ്സ്ക്രൈബ് തുടങ്ങിയടാ, ഒരു സബ്സ്ക്രൈബ് ഇത് 500ലേക്ക് എത്തി. ഒരുപാട് താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്തതിന്. ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചു, സപ്പോർട്ട് ചെയ്യോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. മാഷാഅല്ലാഹ് എല്ലാവരും
എല്ലാവരും ഓക്കെ. പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാലോ. പിന്നെന്താന്നാ പറഞ്ഞ. താങ്ക് യു സോ മച്ച്. അപ്പോൾ 500 എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ 1 നിന്നാണ് തുടങ്ങിയത്. എല്ലാവരും 1 തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പൊ 500 എത്തിയപ്പോ 500 ചെറിയ നമ്പറാടാ. എത്ര ആളായി? 500 ആൾക്കാരായില്ലേ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. 500 സബ്സ്ക്രൈബ് ആവട്ടെ. ഈ വ്ളോഗോട് കൂടി നമുക്ക് 500 സബ്സ്ക്രൈബ് അടിക്കണം. അപ്പൊ നമ്മളെ മക്രൂണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണിക്കണം വ്ളോഗേഴ്സ്, നമ്മളെ വ്യൂസേഴ്സിന്. മക്രൂണി നമ്മളെ ചാനൽ 500 സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇനിയും കുക്കിംഗ് വ്ളോഗ്സ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മള് മക്രൂണി റെഡി ആയിട്ടുണ്ട് കേട്ടാ. നോക്ക്, സീന് മക്രൂണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പണീൻ്റെ ഇടയിൽ കൂടിയാണ് ഇതിനെല്ലാം നിന്നത്. കാരണം ഒരു വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു ആശയിൽ ഇതാക്കിയതാണ്. നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതും. ഇപ്പോൾ ഇങ്ങനെ ഹോട്ടൽ ഫീൽഡിലായതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു വഴിയില്ല. അതുകൊണ്ട് പണീൻ്റെ ഇടയിൽ കൂടി തന്നെ ഒരു വ്ളോഗ് എടുത്തു. അതിനെല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണം. ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരണം. എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ട് നമ്മൾ മക്രൂണിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. 500 സബ്സ്ക്രൈബ് ആക്കി തന്നതിന് താങ്ക് യു എല്ലാവരോടും. ബൈ.